അപ്പോഴേ എനിക്ക് കുറച്ച് അത്യാവശ്യം കുറച്ച് പച്ചക്കറികളും കുറച്ച് ചെടി ഒരു 3, 4 മൂട് ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കരുതി നമ്മൾ എന്നും എടുക്കുന്ന പച്ചക്കറിയുടെ വേസ്റ്റും ചീനിത്തൊലിയും അതുപോലെ പഴങ്കഞ്ഞി കഞ്ഞിവെള്ളവും ഒക്കെ വെറുതെ കൊണ്ടുവന്ന് അതിൻ്റെയൊക്കെ ചുവട്ടിലങ്ങ് ഇടുക കേട്ടോ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചിന്ന് അതൊരു പാത്രത്തിലാക്കി അത് ഒരു 10, 15 ദിവസം നമുക്കതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന് എന്നിട്ട് അതിനകത്ത് അത് വളമാക്കി എടുക്കാമെന്ന് കരുതിയതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് കരുതി. അതല്ലാതെ നമ്മൾ ദിവസേന കൊണ്ടുവന്ന് പച്ചക്കറി അരിഞ്ഞ് അന്നന്ന് കൊണ്ടുവന്ന് അതിൻ്റെ ചുവട്ടിലിട്ട് അത് വളമായി പോകത്തില്ല. അത് നമ്മൾ വെള്ളം ഒഴിക്കും, ഒന്ന് കുതിരും, പിന്നെ അടുത്ത വെയിലാകുമ്പോൾ അത് അങ്ങ് ഉണങ്ങിപ്പോവും. അപ്പോൾ അത് വളമായി വരത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു ക്യാനിനകത്ത് നമ്മൾ വെള്ളം മേടിക്കുന്ന ഒരു ക്യാനുണ്ട്, മിനറൽ വാട്ടർ മേടിക്കുന്നത്. അപ്പോൾ അതൊരു പഴയതാണ്, കുറേ നാളായതാട്ടോ. അപ്പോൾ അതിന് പുറത്ത് ഉപയോഗമൊന്നും ഇല്ലാതിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ അതൊന്നെടുത്ത് കണ്ടിച്ച് അതിനകത്ത് ആ വേസ്റ്റ് ഇട്ട് വെച്ചിരുന്ന് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരുന്നിട്ട് വളമാക്കി ഒഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ കുറച്ച് നാൾ ഒരു ബക്കറ്റിലൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചപ്പോൾ അതിനകത്ത് കൊതുകൊക്കെ ഉണ്ടാവും, പിന്നെ കണ്ണീച്ച അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും ചെയ്ത് വെക്കാൻ വയ്യാതായി. പിന്നെ ഞാൻ കിട്ടുന്നതൊക്കെ കൊണ്ടുവന്ന് തെങ്ങിൻ്റെ വീട്ടിലും പച്ചക്കറിയുടെ വീട്ടിലും ഒക്കെ വെറുതെ കൊണ്ടിടുമായിരുന്നു. അപ്പോൾ ഇന്ന് അങ്ങനെ ഒന്ന് ചെയ്യാൻ കരുതി. അതാ കാര്യം. ഇപ്പം ഞാൻ കുറച്ച് പച്ചക്കറിയുടെ കുറേ വേസ്റ്റ് എടുത്ത് ഞാൻ കവറിനകത്താക്കി വെച്ചിരിക്കാം. അതൊക്കെ അങ്ങ് അഴുകിയിരിക്കുക. പിന്നെ കുറച്ച് ഉള്ളിത്തണ്ടും അതും ഇതും ഒക്കെ ഉണ്ട്, പച്ചക്കറിയുടെ വേസ്റ്റും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നമുക്കൊന്ന് നമ്മുടെ ക്യാനിനകത്ത് റെഡിയാക്കി വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറേ ഒഴിക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ പച്ചക്കറി ഉണ്ടെന്ന് കാണാം കേട്ടോ. ഇവിടുന്നേ കാണിക്കാം കേട്ടോ. ഒരു മൂട് കരിമ്പുണ്ട് കേട്ടോ. കരിമ്പ്, പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു ചീനിത്തണ്ടുണ്ട് കേട്ടോ. ചീനിത്തണ്ട് കണ്ട് ഇത്രയും വളർന്ന് വെച്ചിട്ടുണ്ട്. ഇത് ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവന്ന ചീനിത്തണ്ടാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കുഞ്ഞൊരു ചീനിത്തണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു നല്ല നീളമുള്ള ഒരു 3 മൂടിന് വേണ്ടുന്നുള്ളൊരു ചീനിത്തണ്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അവിടെ വെച്ചിരുന്നു. ഇതും ഈ നമ്മുടെ ഈ കരിമ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ചിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ചീനിക്കമ്പ് പാകത്തിന് മുറിക്കാവുന്ന ഒരു ചീനിക്കമ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് മുറിച്ചില്ല. അപ്പോൾ അത് അവിടെ തന്നെ നിർത്തിയിരുന്നു. അപ്പോൾ അത് വളർന്ന് അത്രയായി. അതിന് ഞാൻ ചാരവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാണകപ്പൊടി എല്ലാം കൂടെ ഇട്ടൊന്ന് കൊത്തി മണ്ണൊക്കെ അടുപ്പിച്ച് വെച്ചിരിക്കുക കേട്ടോ. പിന്നെ ചെടിയെന്ന് പറയാനൊന്നുമില്ല, ഈ ഒരു 2 ചെടിയൊക്കെ ഉള്ളു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമുക്കുണ്ടേ ഇവിടെ ഞാൻ 2, 3 ചെടി നട്ടുന്നു, അതെല്ലാം അങ്ങ് പോയി. പിന്നെ ഈ ഒരു ചെടി കിളിച്ചിട്ടുണ്ട്. ഇനി ചെടിയൊക്കെ മേടിച്ച് വെക്കണം. മണ്ണില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. മണ്ണുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചെടിയൊക്കെ വെക്കാമായിരുന്നു. പിന്നെ നമ്മുടെ സ്ട്രോബെറി അത് അവിടുന്ന് നമ്മുടെ ഇടുക്കിയിൽ നിന്ന് പോയപ്പോൾ കൊണ്ടുവന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിനെ ഇത്രയും വളർത്തി വലുതാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കായെങ്കിലും ഒന്ന് പിടിച്ച് കിട്ടിയെങ്കിൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിത് ലിജി ആശുപത്രി കിടക്കുന്നതിന് മുമ്പ്, അസുഖമാകുന്നതിന് മുമ്പുണ്ടല്ലോ, ഇത് കൊണ്ടുവന്ന് നല്ലതുപോലെ പടർന്ന് പന്തലിച്ച് കായൊക്കെ ആവാറായതായിരുന്നു. അപ്പോൾ അങ്ങനെ അതവിടെ നിന്നങ്ങ് ഉണങ്ങിപ്പോയി കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെയൊക്കെ ഇരുന്ന് പട്ടുപോയി. അപ്പോൾ ഇത് നല്ലതുപോലെ കിളിച്ച് പന്തലിച്ച് വരും കേട്ടോ. നല്ല രസമുണ്ടല്ലോ ഇത് കാണാൻ. ഒരു കായെങ്കിലും ഒന്ന് പിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഒരാഗ്രഹം ഇതൊന്ന് പിടിപ്പിച്ചെടുക്കണമെന്നുള്ളത്. ഞാൻ ഇവിടെ കൊണ്ട് കൂട്ടം പറയുന്നത് ഉണക്കി കളഞ്ഞെന്ന് പറഞ്ഞു, നശിപ്പിക്കത്തേ ഉള്ളൂ, അത് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്തായാലും ഉണ്ടല്ലോ പിടിപ്പിച്ചെടുത്ത്. അങ്ങനെ അത് കിളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ നമ്മുടെ ഒരു മൂട് വഴുതനോ കേട്ടോ. ഈ ഞാനൊരു 4 മൂട് വഴുതന നട്ടേ. ഇതിലൊരെണ്ണവേ പിടിച്ച് കിട്ടിയുള്ളൂ, ബാക്കിയൊക്കെ പട്ടുപോയി. നമ്മുടെ ഇരിക്കുന്ന ചട്ടിയിലൊക്കെ വഴുതന നട്ടതായിരുന്നു കേട്ടോ. അതെല്ലാം നശിച്ചു പോയി. പിന്നെ ഈ ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ. അതാണ് പിന്നെ രണ്ടാമത്തെ പച്ചക്കറി കൃഷി കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പച്ചമുളക്, തക്കാളി, എല്ലാ സാധനവും ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കറിവേപ്പില കേട്ടോ. കറിവേപ്പില ഇങ്ങനെ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുക. ഞാൻ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ അതിന് നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ, വിനാഗിരി ഒഴിച്ച് നമ്മുടെ പഴങ്കഞ്ഞി കഞ്ഞിവെള്ളത്തിനകത്ത് ഒഴിച്ച് പുളിപ്പിച്ച് വെച്ചിരുന്നു. ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു പുളിപ്പിച്ച് വെച്ചിരുന്ന് 2 ദിവസം കഴിയുമ്പോഴെടുത്ത് മണ്ടയെ കൂടെ നേർമയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്താണ് എൻ്റെ കറിവേപ്പില ഇത്രയും വളർന്നു കേട്ടോ. ഇടയ്ക്ക് ഈ ഇലയൊക്കെ ഇങ്ങനെ പോകുന്നത് എന്താണെന്നറിയുമോ? ഇടയ്ക്ക് എൻ്റെ കുട്ടൻ കറി വെക്കാൻ കയറുമ്പോൾ ഉണ്ടല്ലോ, ഇതിൽ നിന്നൊക്കെ പിച്ചി എടുത്തുകൊണ്ട് പോകും കേട്ടോ. അപ്പം ഞാൻ കാണാതൊക്കെ ആയിരിക്കും പിച്ചുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ പോയിട്ട് വന്ന സമയത്ത് കണ്ട ഈ ഒരു തണ്ടങ്ങ് ഒടിച്ചെടുത്ത് കറി വെച്ചതാണ്. അയാൾക്ക് കറി വെക്കാൻ കയറുമ്പം കറിവേപ്പില വേണം, അങ്ങനെയാണ് അയാളുടെ. പിന്നെ ഇതിനകത്ത് ഞാൻ പച്ചക്കറിയൊക്കെ കൊണ്ടിട്ട് മത്തനാണെന്ന് തോന്നുന്നു കേട്ടോ, ഒന്ന് പിടിച്ചു വരുന്നുണ്ട്.
അതെന്തുവരെ അവിടെ തന്നെ നിൽക്കണം. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് പിരിച്ച് മാറ്റി നട്ട് കഴിഞ്ഞാൽ അത് പിന്നെ റെഡി ആവത്തില്ല. പിന്നെ അതുപോലെ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ടതിനകത്ത് വന്നൊന്ന് ഒരു പ്ലാഷൻ ബൂട്ടിൻ്റെ തൈയും ഉണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് നിൽപ്പുണ്ട്. ഞാൻ കണ്ട കുറേ ചീനിത്തൊലിയും പച്ചക്കറിയുടെ വേസ്റ്റും എല്ലാം കൂടെ കൊണ്ടുവന്ന് ഈ കവറിനകത്താക്കി ഇവിടെ തന്നെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ഇനി ഒന്ന് നമ്മുടെ ക്യാനിനകത്തോട്ടാക്കണം. അപ്പോൾ ഇത് കണ്ടോ, കുറേ പച്ചമുളകിൻ്റെ കൊടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കാശ്മീരിയുടെ ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. ഇനിയിപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു കൊടി മാത്രമേ ഉള്ളൂ. ഞാനിനി നല്ലതുപോലെ മഴയൊക്കെ പെയ്ത് നല്ല വെള്ളം നമ്മുടെ പുരയിടത്തിലെ ഈ ഉപ്പുമണ്ണൊക്കെ പോയതിന് ശേഷമേ ഞാനിനി പച്ചക്കറി കൃഷി ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഉള്ളതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കണ്ടോട്ടെ, ഇതേപോലെയുള്ള പച്ചമുളക് ഇഷ്ടംപോലെ മുളക് പിടിച്ചത് കേട്ടോ. ഇപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഇതേ മുളക് ഇഷ്ടം പോലെ പിടിക്കുന്നുണ്ട്. ഞാൻ ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കും. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ വിനാഗിരിയും കഞ്ഞിവെള്ളവും കൂടെ വെച്ച് പുളിപ്പിച്ച് ഒഴിക്കും. പിന്നെന്താ വേണ്ട, ഈ നമ്മൾ ചീനിക്കമ്പ് കൊണ്ടുവന്നില്ലേ, അതിൻ്റെ 2 മൂട് ഇവിടെ നിൽപ്പുണ്ട്. അത് നമ്മൾ കുറേ ദിവസം മറ്റേത് നട്ട് കിളിയലൊക്കെ വന്നതിന് ശേഷം കുറേ ദിവസം കഴിഞ്ഞൊക്കെ ഇത് നമ്മൾ വെട്ടിച്ച. ഇപ്പോൾ നല്ലൊരു മഴ പെയ്തില്ല നമ്മുടെ കുമ്പത്തിൽ, നല്ലൊരു മഴ പെയ്ത്. അപ്പോൾ ആ മഴ പെയ്തപ്പോൾ എല്ലാവരും പറയുമല്ലോ, പണ്ട് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറയും കുമ്പത്തിൽ കുപ്പയും വിളയുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ചീനിക്കമ്പ് നട്ടത് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ നമ്മുടെ ഇതും ഒരു പ്ലാഷൻ പൂട്ടാണ് കേട്ടോ. പിന്നെ വള്ളി കുരുമുളക് കേട്ടോ. ഇപ്പോൾ ഇത് നമുക്കിങ്ങനെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ആൾക്ക് കിട്ടിയതാണ്. അപ്പോൾ അതിൽ ഒരാൾക്കെന്തല്ല നമ്മുടെ ചേട്ടൻ്റെ അനിയന് കിട്ടിയതാണ്. അപ്പോൾ അവരൊരെണ്ണം നമുക്ക് തന്ന്. അപ്പോൾ അത് അങ്ങനെയുണ്ട് കേട്ടോ. പിന്നെ ആണ്ട് ഇവിടെ 2 മൂട് കാച്ചിലുണ്ട്. കാച്ചിൽ ഞാൻ ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവന്നതിൻ്റെ വള്ളിയാണ് ഇതിങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. പക്ഷേ ഇത് നമുക്കിവിടെ പിടിച്ച് കിട്ടത്തില്ല, അത് വേറെ സത്യം കേട്ടോ. അതെന്ന് വെച്ചാൽ അവിടെയൊക്കെ വെച്ചാൽ ആഴത്തിൽ പിടിക്കുന്നതാണ്. പിന്നെ ഞാൻ ഇവിടെ വല കെട്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ഒരു പന്തലിടാൻ വേണ്ടിയിട്ട് അത് ഞങ്ങളെ ഇളക്കി വീണ്ടും ഒന്ന് നല്ല രീതിയിലൊന്ന് കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പാവലിട്ടിട്ടുണ്ടായിരുന്നു, ആ പാവലിന് വേണ്ടിയിട്ട് ഇട്ടതാണ് ഇത്. അപ്പോൾ പിന്നെ കണ്ടോ, ഇവിടെ ഒരു മൂട് ചീനിയുണ്ട് കേട്ടോ. അപ്പോൾ ആ ചീനിയുടെ മൂട്ടിൽ എങ്ങനെയോ 2-3 മൂട് നമ്മുടെ പാവൽ വന്ന് വെട്ടിട്ടുണ്ട് കേട്ടോ. അതിന് എന്ത് ചെയ്യണം, പിരിച്ചു മാറ്റിയാൽ അത് പ്രയോജനപ്പെടത്തില്ല. അത് അവിടെ തന്നെ നിർത്തി അതിന് വളമിട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു കാച്ചിലുണ്ട്. അപ്പോൾ ആ കാച്ചിലൊക്കെ കിളിച്ച് വരുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഒരു പന്തലിടാൻ വേണ്ടിയിട്ടാണ് ഈ വല ഇനി തട്ടി കുടഞ്ഞെടുക്കണം. അപ്പോൾ ഇനി നമ്മുടെ അപ്പുറത്ത് കുറേ സാധനം നിൽപ്പുണ്ട്. കുറേത് 2-3 മൂട്. അപ്പോൾ ഇതുണ്ട്, ഇത് നമ്മൾ ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവന്ന വാഴ കേട്ടോ. ഈ വാഴ നമ്മൾ കൊണ്ടുവന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് വെച്ചത്. ഞാനും ചേട്ടനും കൂടെ ഇത് വെച്ചത്. നല്ല രീതിയിൽ അതിൻ്റെ ചുവട്ടിലെല്ലാം തുണ്ടും അതും ഇതുമൊക്കെ ചെയ്ത് മറച്ച് വെച്ചിട്ടുണ്ട്. കാരണം കോഴിയൊന്നുമില്ല, പക്ഷേ പട്ടിയൊക്കെ വന്ന് മാന്തി കയറാൻ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്നില്ലേ, രാവിലെയുള്ള കഞ്ഞിവെള്ളം പിന്നെ നമ്മുടെ വേസ്റ്റ് വെള്ളം എല്ലാം കൊണ്ട് ഈ വാഴയ്ക്ക് ഞാൻ ഒഴിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയെന്ന് തോന്നി ഇയാൾ ഇത്രയും നല്ല രീതിയിൽ വളർന്നു വന്നത് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ, എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഈ ഒരു വാഴ ഞാൻ പണ്ട് വാഴ വെച്ചിട്ടുണ്ടായിരുന്നു, അത് 2 കൊലയും വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ലതുപോലെ നല്ല ഇടുക്കിയിൽ നിന്ന് അതിൻ്റെ ആദ്യത്തെ വിത്തായത് കേട്ടോ. ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ആ കൊല വെട്ടിയതിൻ്റെ ആദ്യത്തെ വിത്തായിരുന്നു. അപ്പോൾ ഈ നല്ലതുപോലെ ഒന്ന് പിടിച്ച് നല്ല ഭംഗി കേട്ടോ. നല്ല ഭംഗിയെന്നല്ല, നല്ല കട്ടിയുണ്ട് കേട്ടോ. ഈ നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയല്ലേ ഈ വാഴ നിൽക്കുന്നത്. നമ്മുടെ മുറ്റത്തൊക്കെ നമുക്ക് കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമല്ലേ എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇനി ഇങ്ങനെ കുറേ പച്ചക്കറികളും കൃഷികളും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ സാഹചര്യവും സമയവും സ്ഥലവും ഒന്നും നമുക്ക് റെഡിയാകുന്നില്ല. ഇനിയിപ്പോൾ നിൽക്കുന്നത് കണ്ടോ, ഇത് കണ്ടോ, ഈ ആളിനെ കണ്ടോ, ഇതാണ് നമ്മുടെ മാതളം നാരങ്ങയാണ് കേട്ടോ. മാതളം നാരങ്ങ പിടിച്ചിട്ടില്ല, മാതളമാണ്. ഞാൻ ഡെയിലി വെള്ളവും ഒക്കെ ഒഴിക്കും. പക്ഷേ അതുകൊണ്ട് നല്ല രീതിയിൽ അയാൾ പിടിച്ച് വരുന്നത് കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിനകത്ത് വേസ്റ്റുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ചേട്ടൻ എന്തെങ്കിലുമൊക്കെ പാരിക്കൊണ്ടിട്ട് ഇതിനകത്ത്. അപ്പോൾ ഇതാണ്ട് ഇതുണ്ടോ, ഇത് നമ്മുടെ 2-3 നാരകത്തിൻ്റെ തൈയുണ്ട് ഇതിനകത്ത് കേട്ടോ. നാരകത്തിൻ്റെ തൈയും ചെറിയ പയർ ഞാനങ്ങ് പിഴുത് കളയണോ വേണ്ട, വള്ളിപ്പയറിൻ്റെ അല്ല, വള്ളിപ്പയറിൻ്റെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എന്തായാലും അതിൽ കിടക്കട്ടെ. പിന്നെ നാരകം, പിന്നെ അതിൽ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് വന്നതിനകത്ത് ഒരു കാച്ചിൽ പിടിച്ച് നല്ലതുപോലെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതും അവിടെ കിടന്നോട്ടെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ വേണ്ട, നമ്മുടെ ചൊരക്കയാണോ അതോ വെള്ളരിയാണോ എന്നൊന്നും അറിയാൻ വയ്യ, പിടിച്ച് കയറി വന്ന് അതിൻ്റെ വള്ളിയൊക്കെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം.
പക്ഷെ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഏതാ സംഭവം ഇതെന്തുവാന്ന് എനിക്കറിഞ്ഞൂടാ. പിടിച്ച് നടപ്പുണ്ട്. അപ്പോൾ എന്നിട്ട് പൂത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് ഇത് തടിയങ്കായാന്ന് തോന്നുന്നു കേട്ടോ. തടിയങ്കായല്ലേ ഇങ്ങനെ. അതോ ഇനി വെള്ളരിയല്ല, തടിയങ്കായ. അതല്ലാന്നുണ്ടെങ്കിൽ ചൊരയ്ക്ക. ചൊരയ്ക്ക ഉണ്ടല്ലോ, ഇത് നമ്മുടെ പച്ചക്കറിയിലൊക്കെ നീണ്ട് കിടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ ഇയാൾ നല്ലതുപോലെ ഒന്ന് പന്തലിച്ച് പോവുക കേട്ടോ. അപ്പം നമുക്കിനി വളം ഉണ്ടാക്കാം കേട്ടോ. രാവിലെ ചോറിൻ്റെ വെള്ളം ഒന്ന് വെച്ചിട്ട് ബാക്കി പണികളൊക്കെ പിന്നീട് ചെയ്യാം. വെള്ളം ചൂടായി കഴിഞ്ഞേ ഉള്ളൂ. നല്ല ചൂടായി, തിളച്ചില്ല. അപ്പോഴേ നമുക്കിന്ന് കറിക്ക് കുറച്ച് പൊന്നാരപ്പൊടി കിട്ടി കേട്ടോ. കണ്ടോ, കുറച്ച് പൊന്നാരപ്പൊടി. ഇന്നലെ ഞാനത് വെട്ടി വൃത്തിയാക്കിയൊക്കെ വെച്ചിരുന്നത്, വെള്ളം ഒഴിച്ചൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അതിന് കറി വെക്കാൻ കുറച്ചേ ഉള്ളൂ കേട്ടോ. പിന്നെ സാമ്പാറിന് വേണ്ടിയിട്ടില്ല, പക്ഷേ കുറച്ച് സാധനമുണ്ട്. കുറച്ചൊരു സാമ്പാർ പുളി വെക്കാൻ. അപ്പോൾ അതിനകത്ത് കണ്ടോ, ഒരു കിഴങ്ങുണ്ട്, പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട്, പിന്നെ എന്താ അമരയ്ക്ക, ഒരു തക്കാളി, പച്ചമുളക്, പിന്നെ നമ്മുടെ സവാളയും ചെറിയുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് ചെറിയൊരു സാമ്പാർ പുളി ഇന്നുണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ സാമ്പാർ പുളിക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞിടാം. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണമാക്കി ഇടാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, കുറച്ച് സാധനം ഇട്ട് പുളി വെക്കുമ്പോൾ. നമുക്ക് ചുമയൊക്കെ വരുന്നു, ചുമ. അയ്യോ, കായം. ചോറ് റെഡിയായി കേട്ടോ. അയ്യോ, ചോറ് വെന്തെന്ന് കുനിച്ചിലിട്ട്. ചോറ് കുനിച്ചിട്ടിട്ട് സാമ്പാർ വെക്കാം. പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് കേട്ടോ. ഇനിയിപ്പോൾ സാമ്പാറാക്കട്ട്. പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ ഉള്ളിയും പരിപ്പും കറി വെക്കും. അപ്പോൾ അത് ഉള്ളിയും പരിപ്പും മാത്രമേ കാണത്തുള്ളൂ. ഇതുപോലെ ബാക്കി സാധനങ്ങളൊന്നും കാണത്തില്ല, പച്ചക്കറിയുടെ ഐറ്റങ്ങളൊന്നും കാണത്തില്ല. എൻ്റെ ചെറുതിലൊക്കെ ഉണ്ടാക്കുമായിരുന്നു. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കായമൊക്കെ ഇട്ട്, ചിലപ്പം കായം കാണത്തില്ല, കായം ഇടത്തില്ല. ചിലപ്പോഴും കായം ഉള്ളപ്പം കായം ഇടും, കായം ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ കായം ഇല്ലാതെ ചെയ്യും. നല്ല ചോറ് കഴിക്കാനൊക്കെ നല്ലതാണ് അത്. കായം കൂടിയിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. സാമ്പാർ കൂട്ടുന്ന കണക്ക് തന്നെ നമുക്ക് ഉള്ളിയും പരിപ്പും പുളി വെക്കെന്ന് പറയാന്. നമ്മുടെ സാധനം എല്ലാം ഇവിടെ വെന്തിരിക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
പിന്നെ നമുക്ക് പൊടിയൊക്കെ അങ്ങോട്ടൊന്ന് ഇട്ടിട്ട് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്താ കായപ്പൊടി അല്ല മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി ഇത്രയും കൂടെ എടുത്ത് വെച്ചിരിക്കും ഇവിടെ. സാമ്പാർ പൊടിയൊക്കെ ഉണ്ടായിട്ട് നല്ലതാണ്. പണ്ടൊക്കെ നമ്മൾ വെക്കുന്ന കറി ഉണ്ടല്ലോ, അന്ന് ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഇന്ന് നമ്മൾ ആ കറി വെച്ചാൽ ആ ഒരു എങ്ങനെ ഉണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. പണ്ടുകാരായിട്ട് അറിയാവുന്ന അമ്മമാരാണ് അത് വെച്ച് തരുന്നത്. എൻ്റെ അമ്മയ്ക്കൊക്കെ ഈ പുളി വെക്കാനൊക്കെ നന്നായിട്ട് അറിയാം. കാരണം അന്നൊന്നും മീനൊന്നും ഇല്ലല്ലോ, തക്കാളി മേടിക്കത്തില്ല. ഓണം ഉത്സവമൊക്കെ ആകുമ്പോഴായിരിക്കും പച്ചക്കറി തന്നെ മേടിക്കുന്നത്. ഞാനിവിടെ വന്നണക്കൊക്കെ ഈ കറി വെക്കാനൊക്കെ പഠിച്ചതൊക്കെ. പിന്നെ നമ്മുടെ ഇതൊന്നിട്ട് കൊടുക്കട്ടെ. ഒരുപാടങ്ങ് പൊരിയണ്ട, ചെറുതായിട്ടൊന്ന് നമുക്ക് അന്ന് വാടി വരുന്നതിന് മുമ്പ് തന്നെ. അയ്യോ, നമ്മുടെ തവി അതിലേക്ക് മറിഞ്ഞു പോയി. വലിയ തവി എടുക്കാനൊക്കില്ല. നമ്മുടെ പുളിവെള്ളവും കൂടെ ചേർത്തും കൊടുക്കാം. ഉണ്ടോ പുളിവെള്ളം. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും ഇടണ്ട. ഉപ്പ് നമുക്ക് പിന്നെ പാകത്തിന് ഇടാം കേട്ടോ. ഞാൻ വലിയൊരു തവി എടുക്കട്ട്. പുറത്ത് കഴുകി എല്ലാം വെയിൽ കൊള്ളിക്കാനായിട്ട് വെച്ചേക്കുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എടുത്തില്ല, പുറത്തോട്ട് ഇറങ്ങാൻ വയ്യാത്തതുകൊണ്ട്. കണ്ടോ, നമ്മുടെ സാമ്പാറായി കേട്ടോ. സാമ്പാറിൻ്റെ എല്ലാ കഷ്ണങ്ങളും ഇല്ലെങ്കിലും അത് സാമ്പാറായി. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ, വേറെ ഒന്നും വേണമെന്നില്ല. ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ടേസ്റ്റാണെന്നറിയാവോ. ആഹാ, വേറെ ഒന്നും വേണ്ട. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിന് വേണമല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താലേ, ഉപ്പ് നമ്മളന്ന് വേകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് സാധനമൊക്കെ ഇല്ലേ, അപ്പോൾ അതിനൊരു ചെറിയ ഉപ്പ് പിടിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തത്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്നും കാരണം 5-6 നമ്മുടെ മീനിരിപ്പുണ്ടല്ലോ, അതൊന്ന് കറി വയ്ക്കാൻ. ഇത് ഇറക്കിയിട്ട് വേണം. ഇതൊക്കെ ഞങ്ങളുടെ ഇന്നത്തെ കറികൾ കേട്ടോ. കാക്കേ, 2 പാത്രം കഴുകി പുറത്ത് വെച്ചേക്കുന്നു. കാക്ക ഓടി വരിക, അതിലെന്തോ ഇരിപ്പുണ്ടെന്ന് നോക്കാനാണ് വരുന്നത്. ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചതാ അത് പറക്കി എടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് ഉണങ്ങട്ടെന്ന് എഴുതുക. വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഉണക്കിയില്ലെങ്കിലേ പാത്രങ്ങൾ സാമ്പാർ റെഡിയായി കേട്ടോ. ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കാം നമുക്ക്, സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും. അപ്പോഴേ നമുക്ക് നമ്മുടെ ബോട്ടിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ മിനറൽ വാട്ടർ വരുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ. പഴയതായിരുന്നു, നമ്മൾ ഉപയോഗിക്കാതൊക്കെ ഇവിടെ പുറത്തിരുന്ന ഒരു ബോട്ടിലാണ് ഇത്.
അപ്പോൾ ഈ ബോട്ടിൽ വേണം നമ്മൾ കണ്ടിച്ചെടുക്കാൻ. അപ്പം ഇത് കണ്ടിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു സൈഡ് വേണം കണ്ടിച്ചെടുക്കാൻ. ഈ ഒരു സൈഡ് കണ്ടിച്ചെടുത്താൽ പിന്നെ എന്താ ഇവിടെ കണ്ടിക്കുന്നു ചോദിക്കും. അപ്പം നമുക്ക് ഇത് ഇവിടെ കൊള്ളിക്കുന്നത് നമ്മൾ സാധാരണ വെള്ളം മിനറൽ വാട്ടർ എടുക്കുന്ന കണക്കുള്ള ആ ടാപ്പുള്ള ഒരു ബോട്ടിൽ കൂടിയുണ്ട് കേട്ടോ. അത് നമ്മൾ ഉപയോഗിക്കാത്തതായിരുന്നു. അപ്പോൾ വെറുതെ ഇവിടെ കിടന്ന് വേസ്റ്റായി കിടക്കണ്ട, അവിടെ ഇവിടെയും വെച്ചേക്കണ്ട. അത്രയും സമയം സ്ഥലപരിമിതികൾ നമുക്ക് കുറവായതുകൊണ്ട് എന്നാൽ ഇത് അവിടെ വെച്ചേക്കണ്ടല്ലോ. അപ്പോൾ ഇതെന്തെങ്കിലും ആക്കാം. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ മേടിച്ചതാണ് കേട്ടോ. അപ്പം നമുക്ക് മാറി കൊണ്ടുവന്ന ഒരു ബോട്ടിലായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ കൊണ്ടുവന്ന് 2 ദിവസമായപ്പം ഈ വെള്ളം മൊത്തം ചോർന്ന് പോയി. ഇവിടെ ചെറിയൊരു പൊട്ടലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാതിരുന്നതാണ്. പിന്നെ എങ്ങനെയോ കൊണ്ടുവന്നവരെ കയ്യിൽ നിന്നുള്ള. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് പഴക്കമുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ. ഈ ടാപ്പൊക്കെ ഉള്ളത് ഒരുപാട് പഴക്കമുള്ള, അടിവശമൊക്കെ ഒരുമാതിരി വല്ലാതായി, കുപ്പിയുടെ കളറൊക്കെ അങ്ങ് പോയി. അപ്പോൾ ഇതും നമ്മൾ ഉപയോഗിക്കുന്നില്ലായിരുന്നു. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ അറ്റം ഈ ഭാഗം അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വലിയ പാടായിരിക്കും, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഏത് വിധേനെ നമുക്കത് ഇത് കട്ട് ചെയ്തെടുക്കാം. നല്ല മൂർച്ചയുള്ള ഒരു പിച്ചാത്തി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഇതുണ്ട്, വാളുണ്ട്. ഇതൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഒരു കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കിട്ടിയാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് കണ്ടിച്ചെടുക്കാം. നമുക്കിവിടെ ചെറിയൊരു ബക്കറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തോട്ട് വെച്ചൊന്ന് കട്ട് ചെയ്യാം. കുറച്ച് സമയം ഇതെടുക്കും കട്ട് ചെയ്യാൻ. നല്ല കട്ടിയുള്ള ബോട്ടിലല്ലേ ഇത്. ഇതെങ്ങനെ പൊട്ടിയെന്ന് അറിയത്തില്ല. അവർ എടുത്തൊക്കെ ഇടും, വർഷങ്ങൾ പഴക്കമുള്ള സാധനമായിരിക്കും കേട്ടോ. അതാ ഞാൻ ഒരുപാട് നാൾ കൊണ്ട് വിചാരിക്കും ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് വെക്കണം. പച്ചക്കറിയൊക്കെ ഞാൻ ബക്കറ്റിലൊക്കെ ദിവസേന ഇട്ട് വെച്ചിരുന്നു. പിന്നെ അത് നമ്മൾ ഉപയോഗിക്കുന്ന ബക്കറ്റ്, തുണി കഴുകാനും ഒക്കെ എടുക്കുന്ന ബക്കറ്റ്. പിന്നെ ഒരു പഴയ ബക്കറ്റ് എടുത്ത്, അപ്പോൾ ആ ബക്കറ്റ് പൊട്ടിപ്പോയി, വെയിലത്തൊക്കെ ഇരുന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കണ്ടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനതൊന്ന് ഒരു സൈഡ് പൊട്ടി കേട്ടോ. നമുക്കിങ്ങനെ റൗണ്ടിന് വെട്ടിയെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അടിയിൽ ഭാഗത്തുള്ള കട്ടിയേ ഉള്ളൂ കേട്ടോ, പിന്നെ കട്ടിയില്ല. അപ്പോൾ നമ്മളെന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ. കട്ട് ചെയ്തെടുത്ത് നമ്മളിങ്ങനെ ഇത്രയും ഭാഗം കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതൊരു ചെറിയൊരു അടപ്പ് പോലെ തന്നെ ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഇവിടെയാണ് സ്റ്റിക്ക്. അപ്പോൾ ഇതിനെ ഇവിടുത്തെ ഈ അടപ്പൊന്ന് പൊക്കിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതാണ് സംഭവം കേട്ടോ. വേണമെങ്കിൽ ഒരു ലേശവും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം, കട്ട് ചെയ്ത് കൊടുക്കാം. തുറക്കാൻ വലിയ ടൈറ്റ് ഇല്ലാത്ത രീതിയിൽ കണ്ടിച്ചെടുക്കാം നമുക്ക്. വേറെ ഇതിന് നേരത്തെ ഒരു പഴയതുണ്ടായിരുന്നു, അത് ഞങ്ങൾ ഇതുപോലെ ചെവിട് പൊട്ടിയപ്പം നമ്മൾ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോഴും ഉണ്ട്. അപ്പോൾ സംഭവം ഓക്കെ ആയി, ഇത് കണ്ടിച്ചെടുത്തു. അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ ഈ ഒരു ബോട്ടിലിനകത്തോട്ട് ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ ഇറക്കി വെക്കുന്നു, ടാപ്പ് തുറക്കുന്നു, നമ്മുടെ വേസ്റ്റ് വെള്ളം വരുന്നു. ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ എന്തായാലും നമ്മളൊരു കാര്യം ചെയ്യുമല്ലേ, അപ്പോൾ ഇതിൻ്റെ പുറമൊക്കെ ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ. നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് ഓർക്കുന്നത്. ഇതിൻ്റെ പുറമൊന്ന്
റെഡിയാക്കേണ്ടുന്നതായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് പുറമൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വിട്ടു. അപ്പോൾ നമ്മൾ ബോട്ടിലൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകി, അകത്തെ അഴുക്കൊന്നും പോകാൻ പറ്റത്തില്ല. അത് നമ്മൾ നല്ലപോലെ ഉരച്ച് വേണം. അത് കഴുകേണ്ടുന്ന കാര്യമില്ല. പിന്നെ പുറത്തെ അഴുക്ക് വളഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ അഴുക്കാവുമല്ലോ നമ്മൾ വേസ്റ്റ് കൊണ്ടിടുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോട്ടിലിനകത്ത് ഈ ഒരു നെറ്റ് ഇറക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതാണ് അടുത്ത പ്രശ്നം. അപ്പം ഈ ബോട്ടിനകത്ത് ഈ നെറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഈ നെറ്റിൻ്റെ മൂലയൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ ബോട്ടിലിനകത്ത് ഈ നെറ്റ് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ വേസ്റ്റ് ഇടുമ്പോൾ ഉണ്ടല്ലോ, അത് വന്ന് ഒരുപാടങ്ങ് അടിഞ്ഞു കൂടിയാലുണ്ടല്ലോ, ഈ നമ്മുടെ ബോട്ടിൻ്റെ ബക്കിൽ വന്ന് ഒരുപാടങ്ങ് അടിഞ്ഞു കൂടിയാൽ അടിയിലോട്ട് വെള്ളം വീഴ്ത്തില്ല. മൊത്തം കൂടെ ചിലപ്പോൾ അതങ്ങ് താഴെ പോകും. താഴെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കാൻ ഈ ടാപ്പിനകത്തൂടെ പറ്റാതെ വരും. അപ്പം പിന്നെ അതൊരു വലിയ പാടായി പോകും കേട്ടോ. അതാ പാടെന്ന് പറഞ്ഞാൽ എടുക്കാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാ പാടെന്ന് പറഞ്ഞ്. അപ്പം അതും ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഇനി ഇത് ഇറക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അപ്പം നമ്മുടെ വേസ്റ്റ് ഇടാനുള്ള വേസ്റ്റ് എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം ഇതിറക്കി വെക്കണം. കണ്ടോ, ഇത്രയും ഞാൻ ഇളക്കി വെച്ച് പിന്നെ ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നെറ്റ് നല്ലതുപോലെ ഒന്ന് ഇറക്കി അതിൽ വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് കാണിക്കാവേ. ഇങ്ങനെയാണ് നമ്മൾ നെറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നെറ്റിനകത്തൂടെ നമ്മൾ വേസ്റ്റ് ഒന്നും പുറത്ത് അടുത്ത ബോട്ടിലോട്ട് പോകത്തില്ല. അപ്പോൾ ഇനി നമുക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്താ ഇതിനകത്ത് കുറച്ച് മത്തങ്ങ അരിയതുണ്ട്, പടവലത്തിൻ്റെ ബാലൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഉള്ളിത്തൊലി, പിന്നെ ചെറിയ ഉള്ളിയുടെ തൊലി, പഴത്തൊലി, പിന്നെ കുറേ സാധനങ്ങൾ അരികിയതൊക്കെ ഉണ്ട്. അപ്പം ഇട്ട് കൊടുക്കാം. ഇനി ഇതുകൂടി അങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ രണ്ട് ആഴ്ച കൂടുമ്പം, 2 ആഴ്ച കൂടണമെന്നില്ല കേട്ടോ. ഓരോ ആഴ്ച എല്ലാ ആഴ്ചയിലും ഇതിൻ്റെ വേസ്റ്റ് എടുത്ത് നമുക്ക് വെള്ളം എടുത്ത് തളിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാമൊക്കെ ഇറങ്ങി സത്തൊക്കെ ഇറങ്ങി നല്ല വളമായി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ശരിക്കും ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തണ്ടോ. ഇപ്പം തന്നെ അതിലേക്ക് നല്ലതുപോലെ അതിൻ്റെ നീരിറങ്ങുന്നുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന അഴുകിയ വേസ്റ്റ് കൂടി ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു കളറിൽ ആ വേസ്റ്റ് ഇറങ്ങുന്നത് കേട്ടോ. കണ്ടോ. ഇപ്പം ഈ ഒരു ബോട്ടിലാകുമ്പോൾ നമുക്ക് നിറയെ വെള്ളം എടുത്ത് വെക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം വരെ വെള്ളം എടുത്ത് വെച്ചിരുന്നാലും ഒരു പ്രശ്നമില്ല, പുറത്ത് പോകത്തില്ല വെള്ളം കേട്ടോ. അപ്പോഴേ നമ്മുടെ വളമൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എടുത്തങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ആഴ്ച 2 ദിവസം കൂടുമ്പോൾ എടുത്ത് ഒഴിച്ചു കൊടുക്കാം. കുറേ പച്ചക്കറികളൂടെ എനിക്ക് നടാനുണ്ട്. കുറേ ക്യാപ്സിക്കിൻ്റെ, പിന്നെ ബജിയുടെ മുളക്, അങ്ങനെ കുറേ പച്ചമുളകും അരിയും, വെണ്ടയ്ക്ക, പയറിൻ്റെയൊക്കെ അരി ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉപ്പ് പ്രദേശം ആയതുകൊണ്ടുണ്ടല്ലോ, ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മഴ പെയ്തപ്പം ഉപ്പ് അധികം പോയിട്ടില്ല കേട്ടോ. മണ്ണിൻ്റെ ഉപ്പ് പോയിട്ടില്ല. അപ്പോൾ ഈ മണ്ണിൻ്റെ ഉപ്പ് പോകണമെങ്കിൽ 1-2 മഴ കൂടി പെയ്തെങ്കിലേ അതുപോലെ ആ ഉപ്പ് മാറത്തുള്ളൂ. ഉപ്പ് മാറിയെങ്കിലേ നമുക്ക് ആ മണ്ണ് എടുത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. മണ്ണ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയ മണ്ണ്. അപ്പം ആ 1-2 മഴയും കൂടെ ഒക്കെ പെയ്ത് ആ മണ്ണിൻ്റെ ഉപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അടുത്ത കൃഷി ഇറക്കണം. അപ്പം നമുക്ക് നല്ലതുപോലെ കൃഷി ചെയ്യാം. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് ഞാൻ പകുതി വളം വൃത്തിയാക്കുന്ന ഒരു പകുതി വീഡിയോ എടുത്തിട്ട് ഞാൻ പിന്നെ അകത്ത് അടുക്കളയിൽ പോയായിരുന്നു ചോറും കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ചേട്ടൻ ജോലിക്കൊക്കെ പോയില്ലേ, അപ്പം വരുമ്പോഴത്തേക്ക് കഴിക്കണം. പിന്നെ പിള്ളേരും ഉണ്ട്, പിള്ളേരാരാ ലിജിയും കുട്ടനും ഉണ്ട്. അപ്പം ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് ചോറൊക്കെ കഴിക്കട്ടെ. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ അങ്ങ് അടുക്കളയിൽ കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.